നമസ്തേ, നാട്ടുവരമ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജൈവ കൃഷി സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാർഷിക കൂട്ടായ്മയുടെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ നാട്ടുവരമ്പിൽ. അനന്തപുരി ജൈവ കൃഷി പഠന കളരിയിലെത്തുന്ന ആർക്കും വെറും 3 ദിവസം കൊണ്ട് മട്ടുപ്പാവ് കൃഷിയിൽ ഉൾപ്പെടെ സമഗ്രമായ അറിവ് സമ്പാദിക്കാൻ കഴിയും. ഞാനിത് 2008 മുതൽ ഈ ജൈവ കൃഷിയെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരംഭഘട്ടത്തിലൊക്കെ കിഴങ്ങ് വർഗ്ഗമായിരുന്നു, പക്ഷേ ഇപ്പോഴതല്ല. ഇപ്പം പച്ചക്കറിക്ക് എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുകയാണ്. അതായത് നമുക്കിപ്പം കൂടുതലും രോഗങ്ങളുടെ ഉറവിടമെന്ന് പറയുന്നത് ഈ ഭക്ഷണത്തിൽ നിന്ന് കൂടിയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് ജൈവ രീതിയിലുള്ള കൃഷി ചെയ്യുക എന്നുള്ള ഒരിത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് ആൾക്കാർ വരുന്നവരെല്ലാം ഇവിടെ നിന്ന് ഞാൻ പഠിപ്പിച്ചു വിടുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. ആരെയും നിൽക്കുന്ന ഫീസ് വാങ്ങിയതാണ് ക്ലാസ് കൊടുക്കുന്നത്. ഇത് കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്. ജൈവ രീതിയിൽ എങ്ങനെ പഴങ്ങളും പച്ചക്കറികളും മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളും ഇതൊക്കെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെ സുരക്ഷിതമായ ഭക്ഷണം നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, അങ്ങനെ കർഷകരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ തന്നെ മൊത്തത്തിൽ അവരുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. വളരെയധികം ആൾക്കാരെ ഇതിന് ജൈവ രീതിയിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് പരിശീലനം കൊടുത്തു കഴിഞ്ഞു. 3 ദിവസത്തെ കോഴ്സാണ്. അതിൽ ആദ്യത്തെ ദിവസം വെച്ചാൽ നമുക്ക് എത്ര മോശപ്പെട്ട മണ്ണായിരുന്നാലും ശരിയല്ല, 100% ജൈവ ഫലഭൂയിഷ്ടമാക്കിയിട്ട് അതിൽ നല്ല ചെടികൾ വളരത്തക്ക സംവിധാനത്തിലുള്ള പരുവപ്പെടുത്തിയാണ് മണ്ണ് നിറച്ച് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഇല്ലെങ്കിൽ തറയിലാണെങ്കിൽ തറയിൽ, അതെല്ലാം ആണെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിൽ മണ്ണ് നിറച്ച് കാണിച്ചു കൊടുക്കും. ഒരു ചെടിയോ വിത്തോ നട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യ ദിവസത്തെ ക്ലാസ് അതാണ്. എൻ്റെ സങ്കല്പം ഭൂമി ദേവിയാണ്, അമ്മയാണ്. അപ്പോൾ അമ്മ മാത്രം പോരാ, നമുക്ക് ഏത് ചെടികളും സസ്യങ്ങളും വളരാനും മക്കൾ വളരാൻ വേണ്ടി അച്ഛനും അമ്മയും ഉള്ളതുപോലെ സസ്യങ്ങൾ വളരാനും ഒരു അച്ഛൻ കൂടി വേണം. ഞാൻ സങ്കല്പിക്കുന്നത് സൂര്യഭഗവാൻ. ഒന്നാമത്തെ കാര്യം മണ്ണെടുക്കുക. നിങ്ങൾ പുരയിടത്തിലെ ഏത് ഭാഗത്തുള്ള മണ്ണാവട്ടെ, എത്ര മോശപ്പെട്ടത് ആവട്ടെ, ആ മണ്ണിനെ മതി നമുക്ക്. ആ മണ്ണിനെ ജൈവ ഫലഭൂയിഷ്ടമാക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കടമ. അതാണ് നമ്മൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ കൃഷിയും വിജയിക്കുകയുള്ളൂ. ഈ മണ്ണിൽ നമ്മൾ കുമ്മായിട്ട് 33 ദിവസമായ മണ്ണാണ് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്ര ക്രോപ്പ് വേണമെന്ന് നിങ്ങൾ ആലോചിക്കണം. കത്തിരി വേണം, വെണ്ടയ്ക്ക വേണം, പടവല വേണം, പാവല് വേണം, ചീര വേണം, അങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം വിത്ത് വാങ്ങിക്കുക. ഒരു പോട്ടറെ വാങ്ങിക്കുക. പോട്ടറെ അറിയാമല്ലോ, കറുത്ത വിത്തിട്ട് പൊടിപ്പിക്കുന്ന. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണിച്ചു തരാം, ഇവിടെ എവിടെയെങ്കിലും കാണും. അങ്ങനെ ഒരു പോട്ടറെ വാങ്ങിക്കുക. അത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മതി. പോട്ടറെ വാങ്ങിച്ചിട്ട് നിങ്ങൾ മണ്ണിൽ കുമ്മായെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് വാങ്ങിക്കുക. വിത്തെല്ലാം തിരഞ്ഞെടുക്കുക. വിത്ത് തിരഞ്ഞെടുത്തിട്ട് അതിൽ എത്ര ചകിരിച്ചോറെടുക്കുന്നോ അതിൻ്റെ ഇരട്ടി മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി, ബാക്കിയുള്ള മിശ്രിതം ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റോടും മിക്സ് ചെയ്ത് ഇട്ടിട്ട് നിരത്തി അങ്ങ് ഇടണം. പച്ച ചാണകം തന്നെ ഇടണം. വെയിലത്ത് ഉണക്കുന്ന ചാണകം ആകരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ഗ്രോ ബാഗിൽ മാത്രം നിറയ്ക്കുകയാണെങ്കിൽ 2 കരണ്ടി വേണ്ട. ഇതിപ്പോൾ ഒരു ഗ്രോ ബാഗിൽ അത് കൂടുതൽ വരും. ഞാൻ ഗ്രോ ബാഗിൽ നിറച്ച് കാണിച്ചു തരാം. ഇത്രയും ചാണകം അങ്ങ് ഇടുക. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന കരിങ്കോഴിയുടെ കാഷ്ഠം വെച്ച്, ഫ്രഷ് കാഷ്ഠം വെച്ച് ഒരു സസ്യാമൃതം എന്നൊരു വളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രഷ് കോഴി കാഷ്ഠത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്തിയെടുത്തതാണ് ഈ സസ്യാമൃതം എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. ഒരു വളം ഉണ്ടാക്കിയതിന് ഹൃദയാമൃതം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഹൃദയാമൃതം അതൊക്കെ നിങ്ങൾ എല്ലാം ഉണ്ടാക്കേണ്ട വിധമെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കേണ്ട വിധം പഠിപ്പിക്കുന്നുണ്ട്.
നിങ്ങളുടെ വീട്ടിൽ 10 കോഴി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ടയും കിട്ടും, നല്ല ഫലഭൂയിഷ്ഠമായ ഒരു വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നല്ല പഴുത്ത പഴം, ഏത് പഴമാവട്ടെ. നിങ്ങൾ പുതിയ പഴവും വില കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട, കിലോ കണക്കിന് രൂപ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട. മോശപ്പെട്ട പഴം നമുക്ക് ഈ കുലക്കടകളിൽ പഴക്കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ ഒരു വാരി കോരി തരും. അതിനെ കൊണ്ടുപോയിട്ട് നല്ലപോലെ തൊലി കളഞ്ഞ് ഞവിടിട്ട് ഈസ്റ്റ് ഇടുക. ഒരു 5 കിലോ പഴത്തിന് ഒരു 20 രൂപയുടെ ഈസ്റ്റ്. ഇത് 100% പക്ക അസിഡിറ്റി മാറ്റിയ ചകിരിച്ചോറാണ്. ചകിരിച്ചോറും കൂടി കോഴിക്കൂട്ടിനകത്താണ് തൂറ്റിയത്. നമ്മൾ പുതിയ മണ്ണെടുക്കുമ്പോൾ 10 കുട്ടം മണ്ണിന് ഇതേപോലെ ഒരു കട്ട ചകിരിച്ചോറിന് നല്ലതാണ്. എല്ലുപൊടി നിങ്ങൾ വിചാരിക്കും പോലെ പല വിലയ്ക്കും ഉണ്ടാവും. ഇതിൽ എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും കൂടി ഞാൻ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെയും ഇത് ഇത്രയും മണ്ണിൽ ഞാൻ ഇത്രയും ഇടുന്നതുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ചാണകമായി, നമ്മളെ സസ്യാമൃതമായി, എല്ലുപൊടിയായി, വേപ്പൻ പിണ്ണാക്കായി, ചകിരിച്ചോറായി എല്ലാം കൂടി ഇട്ടിട്ട് അടുത്ത് ചെയ്യേണ്ടത് ഇതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ ഈ പച്ച ചാണകം ഇട്ടത്, ചാണകത്തിൻ്റെ അംശം അവിടെ കാണും. ഇത് നമ്മൾ ഇത്രയും മിക്സ് ചെയ്തിട്ടിട്ട് 2-3 ദിവസം മണ്ണങ്ങനെ ഇട്ടിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കണം. അപ്പോൾ ഈ ചാണകം കിടന്ന് കട്ടയില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ആ ചാണകത്തിൻ്റെ നനവെല്ലാം മണ്ണ് പിടിച്ചിട്ടുണ്ട്. ഗ്രോ ബാഗ് എടുത്തിട്ട് മോൾ സൈഡിൽ അല്പം ഒന്ന് മടക്കി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് പിടിച്ചെടുക്കാൻ എല്ലാ സൗകര്യം കാണും. നമ്മൾ ചെടികൾക്ക് നടുന്ന സമയത്ത് അത്രയും പൊക്കം വേണ്ട. അപ്പോൾ നമ്മൾ ചെടികളെല്ലാം വളർന്ന് വളമൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ മടക്ക് നിവർത്തി കൊടുക്കാം. ആ ഒരു തൊണ്ടിനെ നമ്മൾ ഇത്തിരി വീതിക്ക് എടുക്കണം. ഒരു വിരലിൻ്റെ വീതി. ഇത് കുമായ വെള്ളത്തിലിട്ട തൊണ്ടാണ്. 10 ദിവസം കുമായ വെള്ളത്തിലിട്ട് വെളിയിൽ ഇട്ടതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം ഇതിനെ കീറിയെടുത്താണ്. ഈ തൊണ്ടിനെ നിങ്ങൾ ഇങ്ങനെയും വയ്ക്കരുത്, ഇങ്ങനെയും വയ്ക്കരുത്. ഇതുപോലെ അതിനകത്ത് ഈ 2 കുത്തിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതുപോലെ വയ്ക്കുക, റൗണ്ടാക്കി വയ്ക്കണം. നാല് ലിറ്റർ പെയിൻറ്റ് ടിന്നാണ്. ആ പെയിൻറ്റ് ടിന്നിൽ ഇത് മുകൾ ഭാഗം അടിഭാഗം കട്ട് ചെയ്തു. അപ്പോൾ ഇത് നിസ്സാരം. ഇതെല്ലാം കൃഷി ചെയ്യാൻ നിങ്ങൾ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. നടുക്ക് വെച്ചു. നമ്മളിപ്പോൾ കരിയിലകളാണ് ഇടാൻ പോകുന്നത്. കരിയില വെറും കരിയിലയല്ല, നല്ല ഉണങ്ങിപ്പൊളിഞ്ഞ കരിയിലയായിരിക്കണം. നിങ്ങൾ തൂത്ത് വരുന്ന കരിയില നേരത്തെ പറഞ്ഞ പോലെ തീയിട്ട് ചാരമാക്കാതെ അതിനെ വാരി ഒരു ബാരലിലോ ചാക്കിനകത്തോ വാരി കെട്ടി വയ്ക്കണം. പച്ച ചാണകം കിട്ടുമെങ്കിൽ ശകലം ചാണകം കൂടി കലക്കി അതിനകത്ത് തളിക്കണം. അതിൻ്റെ കൂടി ശകലം ശർക്കര ലായനിയും കൂടി ആയാൽ കുറച്ചുകൂടി നല്ലത്. ഞങ്ങൾ ഊരിയെടുത്താൽ മതി. അപ്പോൾ ഇതിനെ നിറച്ചോരി തന്നെ ഊരിയെടുക്കുന്നതല്ലേ നല്ലത്. എല്ലാവരും കൂടി പിടിക്കണം, പതുക്കെ പൊക്കിയെടുക്കണം, ചരിക്കുക. നല്ല നേരെ ഒരു ചീര, ഇനി വെണ്ട, കത്തിരി, വഴുതനം എത്ര വേരതിന് പോകും അത് നോക്കുക. ഇത് നമ്മൾ ഈ മണ്ണിൽ ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും മണ്ണിലുണ്ട്. ഇത് പൊടിച്ച് വേര് പിടിച്ച് കഴിഞ്ഞാൽ ഈ വേര് നേരെ പോകുന്നത് സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെ നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ട്, അവിടെ വളമുണ്ട്, കരിയില ഇലയിൽ പോകുന്നുണ്ട്. ഈ നമ്മൾ ഇട്ട കരിയിലെല്ലാം വീണ്ടും വളമാവുകയും ചെയ്യും. അടുത്ത സ്റ്റെപ്പ്, ഇപ്പം നിങ്ങൾ ആദ്യം നടുന്നതിനേക്കാളും അതിൽ ആദായം കൂടുതൽ കിട്ടുന്നതും ചെടികൾ വളർച്ചയ്ക്കും ഫലം കിട്ടുന്നതും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടുമ്പോഴാണ്. നമ്മളിപ്പോൾ തൈ നട്ട് കഴിഞ്ഞു. അനന്തപുരി ജൈവകൃഷി പഠന കളരിയിൽ പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇതിൻ്റെ നമ്പറിൽ വാട്സപ്പിൽ പേര്, സ്ഥലം, ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ ഇത്രയും എഴുതി അറിയിക്കുമ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് വയ്ക്കും. മിക്കവാറും ശനിയും ഞായറുമാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരെയും ഫോണിൽ കൂടി വിളിച്ചറിയിക്കും, ഇത്രാം തീയതി ക്ലാസ്സാണ് എന്ന് വിളിച്ചറിയിച്ചാണ് ഇവിടെ ഓരോരോ ബാച്ചിൽ വരുന്നത്. നമുക്ക് തന്നെ അറിയാം, ഈ ധാരാളം ആൾക്കാർ ഇപ്പം പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുകയാണ്. പ്രത്യേകിച്ച് ക്യാൻസർ, അതേമാതിരിയുള്ള രോഗങ്ങൾ. അമിതമായ രാസവളങ്ങളുടെയും കീടനാശിനിയുടെയും ഉപയോഗമാണ് ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ജൈവ രീതിയിൽ കൂടെ എങ്ങനെ നമുക്ക് സുരക്ഷിതമായ ഭക്ഷണം എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, എങ്ങനെ നമുക്ക് ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകളാണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നത്. വിത്ത് മുതൽ വിപണി വരെയുള്ള കാര്യങ്ങളിൽ അനന്തപുരി ജൈവ കൃഷി പഠന കളരിയിലെ വിദഗ്ധർ പരിശീലനം നൽകി വരുന്നു. ഇതിനകം വീട്ടമ്മമാർ ഉൾപ്പെടെ ഒട്ടേറെ പേരെ കൃഷിയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. നമുക്ക് മട്ടുപ്പാവിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. ഇത് ഏപ്രിൽ മാസമാണ് പൂവിടുന്നത്. എനിക്കിപ്പം 3 വർഷം കൊണ്ട് ഇഷ്ടം പോലെ കാ കിട്ടുന്നുണ്ട്. 3-4 പ്രാവശ്യം വരെ ആവർത്തിച്ച് കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്തേക്കുന്ന എല്ലാം ബാരലുകളാണ്. ബാരലിനെ കട്ട് ചെയ്തിട്ട് പല വിധത്തിലുള്ള റൗണ്ടായിട്ടും സൈഡും കട്ട് ചെയ്തെല്ലാം ചെയ്യുന്നുണ്ട്. അതിലിഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പം ഇതേപോലെ നമുക്ക് കുറച്ച് പഴവർഗ്ഗങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ള കാണിക്കുന്നതാണ്. അത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിൽ വർഷങ്ങളോളമായിട്ട് എനിക്കിവിടെ പാഷൻ ഫ്രൂട്ടുണ്ട്. നമ്മളെ ഏറ്റവും ഡയബറ്റിക്, കൊളസ്ട്രോൾ, സന്ധിവാതം, ആസ്മ, ഉദരസംബന്ധമായ രോഗങ്ങൾ, ഉറക്കമില്ലായ്മ, ക്ഷീണം അകറ്റാൻ, വേദന സംഹാരി, അർഷസ്, ഇതിനെല്ലാത്തിനും പ്രതിവിധിയായിട്ടുള്ള ഒരിതാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് നമുക്ക് പഴമായിട്ട് ഉപയോഗിക്കാം. ഇതിലിപ്പം കൂടുതൽ ആൾക്കാരും ജാം ഉണ്ടാക്കുന്നുണ്ട്, സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്, അച്ചാറിടുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നാടൻ വെറൈറ്റി ആണ്. പണ്ട് മുതലേ എൻ്റെ ഉള്ളതാണ്. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ഇതിൻ്റെ വിത്തെല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. പരമ്പരാഗതമായിട്ട് എല്ലാ ഐറ്റംസും. പിന്നെ പുതിയൊരു വെറൈറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ കൊണ്ട് നട്ടു നോക്കിയിട്ട് അതിൽ നല്ല ക്വാളിറ്റിയാണ്, പ്രതിരോധശേഷിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിത്തെടുത്ത് ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ചെറിയ തൈകൾ, അതായത് ചീര, കത്തിരി, വഴുതനം, തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങൾ പാവി തൈ ഇളക്കി നടും. പക്ഷേ വെണ്ടയൊക്കെ ഒരിക്കലും ഞാൻ തൈ ആക്കി നടുന്നില്ല. കാര്യം വെച്ചാൽ വെണ്ടയൊക്കെ നമ്മൾ ആ മണ്ണിലെയും സൂര്യപ്രകാശത്തിൻ്റെ അതിൽ അല്പം ചൂട് കിട്ടി തന്നെയാണ് അത് മുളച്ച് വരണം. ആ വിധത്തിലാണ് ഞാൻ തൈകൾ വർഗ്ഗങ്ങൾ നടുന്നത്. അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും എല്ലാം വിത്തി തന്നെ ഇടും. അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സൈഡ് മൊത്തം കോളിഫ്ലവറും ക്യാബേജുമാണ്. ഇപ്പം കുറച്ച് ഞാനിപ്പോൾ നട്ടിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് സ്റ്റെപ്പ് എടുത്തതിന് ശേഷം ഇത് നട്ടതാണ്. ഏത് കാലാവസ്ഥയിൽ നടാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ഇത് കുറച്ച് ചെയ്യേണ്ടത് കുറച്ച് ഷെയ്ഡ് കിട്ടത്തക്ക പോലെ ഈ ചൂട് സമയത്ത് വയ്ക്കുക. അപ്പോൾ ഇതിപ്പോഴത്തെ ഷെയ്ഡ് കിട്ടുന്നുണ്ട്. അഥവാ ഇതും ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ മുകളിൽ ഞാൻ പൈപ്പ് ഇട്ടിട്ടുണ്ട്. പൈപ്പിൽ മറ്റേ പച്ച നെറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിനാവശ്യമുള്ള ചൂടായിരിക്കും കിട്ടുന്നത്. പക്ഷെ നനവ് എന്നും വേണം എന്നുള്ളത് പ്രത്യേകതയാണ് ഇതിനുള്ളത്. ആ വിധത്തിലാണ് ശീതകാല പച്ചക്കറിയും ടെറസിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സിന് വരുന്നവർക്ക് ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. രണ്ടാമത്തെ ദിവസം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എത്ര സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യട്ടെ, നമ്മളെ കൃഷിക്ക് ആവശ്യമുള്ള ജൈവവളം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. മാലിന്യങ്ങളെ സംസ്കരിച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒന്നാമതായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്താണ് ഹൃദയാമൃതം എന്നുള്ളവരുത്. ആ ഹൃദയാമൃതം എന്നൊരു ജൈവവളം ഉണ്ടാക്കിയെടുത്താണ്. ലിക്വിഡാണ്. ഞാൻ കാച്ചിൽ കൂടിയുള്ളതൊക്കെ പരീക്ഷണം നടത്തിയപ്പോഴാണ് 2010 എനിക്ക് 275 കിലോ വരെ ഭാരമുള്ള എനിക്ക് കാച്ചിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കരരൂപത്തിലുള്ള വളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഫിഷ് അമിനോ, മുട്ട മിശ്രിതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് ഉപയോഗിക്കുന്നത്.
ഫിഷ് അമിനോ. ഇതും നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? മത്തി ശർക്കരയും വെച്ചല്ലേ ഫിഷ് അമിനോ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ രാവിലെ അടിച്ചു, ഒരു 10-11 മണിക്ക് അടിച്ചു, നിങ്ങൾ എഗ് അമിനോ ആണ് അടിച്ചതില്ലെങ്കിൽ ഫിഷ് അമിനോ ആയിരിക്കട്ടെ, ആ സൂര്യപ്രകാശത്തിൻ്റെ ഇതിൽ വരുന്ന സമയത്ത് ഇലകളെല്ലാം ഒരുമാതിരിയാവും, പപ്പടം പൊള്ളും. ഇത് വൈകുന്നേരം തന്നെ ഒഴിച്ചത്, വെയിൽ കൊണ്ടില്ലല്ലോ. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയുടെ സ്വഭാവം മാറും. 5 ദിവസത്തിലൊരിക്കൽ നിങ്ങൾ അടിച്ചു നോക്കണം. ആ ചെടിക്ക് ഒരു രോഗവും വരില്ല, ഒരു കീടങ്ങളും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ മുഞ്ഞ പോലും ഉണ്ടാവില്ല. ഫിഷ് അമിനോ മാത്രം ചെയ്താൽ മതി. ഫിഷ് അമിനോ മാത്രം ചെയ്ത് മറ്റേ എഗ് അമിനോ ഒന്നും ചെയ്യാതെ നിറച്ച് പൂവും കായും കിട്ടുന്നൊക്കെ സംവിധാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വന്നു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോകുന്ന അത്ര ഉറുമ്പാണ്. ചോനൻ ഉറുമ്പ്, കറുത്ത ഉറുമ്പുണ്ട്, ചോനനുണ്ട്. ഇതവരാണ് എല്ലായിടത്തും കൊണ്ട് എത്തിക്കുന്നത് അതിൻ്റെ മുട്ട അടുത്ത ചെടിയിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ ഇതിപ്പോൾ വെച്ചിരിക്കുന്നത് ഞാൻ ഇത് മാറ്റി വളരെ നീക്കി വെച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മൾ വന്നുകൊണ്ടാണ് വഴിക്ക് വേണ്ടി അങ്ങോട്ട് നീക്കി വെച്ചത്. കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് വെളുത്തുള്ളി കാന്തരമുളകും മിശ്രിതം അടിച്ചങ്ങ് പോകുന്നുണ്ട്. പിന്നെ വേവിച്ച് കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് മാറ്റും. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റും ഞാൻ. ഇതിപ്പോൾ ഇതിൻ്റെ ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്താൽ മതി, വേറെ ശിഖരങ്ങൾ വന്നോളും. അങ്ങനെ ചെയ്യും. അത് രൂക്ഷമായി കഴിഞ്ഞാൽ രക്ഷയില്ല, ഈ ചെടി പടയം ചെയ്യും. ഈ 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിരുന്നാലും ദൂരെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അവരുടെ സംശയങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നതാണ്. അവർക്ക് ആവശ്യമുള്ള നടീൽ വസ്തുക്കളും മറ്റുള്ള വളങ്ങളും എവിടെ കിട്ടും, എങ്ങനെ അത് ഉപയോഗിക്കണം, അതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അവർക്ക് ചോദിക്കാൻ പറ്റും. ഉപയോഗശൂന്യമായ ഏത് പാത്രങ്ങളിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ എടുക്കുന്നതെല്ലാം ആക്രിക്കടയിൽ പോയി ഉപയോഗമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് ചെടി നടാൻ പാകമാണെങ്കിൽ അതിനെ കൊണ്ടുവന്ന് അതിൻ്റെ സൈഡിൽ ഹോളിടും. അടിയിലൊരിക്കലും ഹോളിടില്ല. നമുക്ക് ടെറസിൻ്റെ കൃഷിക്ക് എപ്പോഴും സൈഡിലെ ഹോളിടുള്ളൂ. നോക്കുമ്പോൾ കാരണം ഇതിലെല്ലാത്തിലും സൈഡിലെ ഹോളിട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം അഥവാ കൂടിപ്പോയിരുന്നാലും ആ സൈഡിൽ കൂടി വരുമ്പോൾ നമുക്ക് അടിയിലൊരു ട്രേ വെച്ച് കൊടുക്കും. സുരക്ഷിത മട്ടുപ്പാവ് ജൈവ കൃഷി എന്നുള്ളൊരു മെത്തേഡാണിത്. അപ്പം ആ വിധത്തിൽ വെള്ളമൊന്നും വേസ്റ്റ് പോകുന്നില്ല. വെള്ളമല്ല നമുക്ക് നഷ്ടപ്പെടുന്നത്, നമ്മൾ ഇത് ചെടിക്ക് കൊടുക്കുന്ന ആഹാരമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള രീതി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ചെടി പ്ലാസ്റ്റിക്കിലുള്ള ഇതേപോലെ നല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആർക്കും ഒരു ദോഷമുള്ളതല്ല, വർഷങ്ങളോളം ഇരിക്കും. ആദ്യമായി കൃഷി തുടങ്ങി അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒരൽപ്പം കരുതലും ശ്രദ്ധയുമുണ്ടെങ്കിൽ കൃഷി ഏറെ ലളിതമായി എക്കാലവും ചെയ്യാനാകുമെന്ന് അനന്തപുരി ജൈവ കൃഷി കൂട്ടായ്മ തെളിയിക്കുന്നു. 3ാമത്തെ ദിവസം ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ഫീൽഡ് വിസിറ്റിംഗ് ആണ്. ആ ഫീൽഡ് വിസിറ്റിംഗ് ചിലപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലമായിരിക്കും. അതിൽ കൂടാതെ നമുക്ക് CTCRI അവിടെ കൊണ്ടുപോവുകയും അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റിനെ കൊണ്ട് ക്ലാസ് കൊടുപ്പിക്കുകയും അവിടെ ഫീൽഡിലെല്ലാം കറങ്ങി അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കീടനാശിനി ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്, സെക്ഷനുണ്ട്. അത് കഴിഞ്ഞ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം 4 മണിക്ക് അവിടെ നിന്ന് തിരിക്കും. ആ വിധത്തിലാണ് ഒരു ഫീൽഡ് വിസിറ്റിംഗ് നടത്തുന്നത്. സോയൽ മ്യൂസിയത്തിൽ ഫീൽഡ് വിസിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ടെറസിൽ ഇതിപ്പോൾ 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ 1996 മുതൽ ഞാൻ ഈ ജൈവ കൃഷി ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ടെറസ് ഇന്നുവരെ കേട് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ചെയ്തേക്കുന്നത്. ആർക്കും ഒരു ടെറസ് വീടുണ്ടെങ്കിൽ അവർക്ക് വീട്ടാവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ടെറസൊന്നും കേടാവാത്ത വിധത്തിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു മാതൃകാ കൃഷിത്തോട്ടമായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വന്ന് നോക്കി ഇതേ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ടെറസ് കേടാവുന്നില്ല. അതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിവിടെ എല്ലാവർക്കും ക്ലാസ് കൊടുക്കുമ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ക്രോപ്പ് നട്ട് അത് തീർന്നതിന് ശേഷം നിങ്ങൾ അതിനെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അടുത്ത് ചെയ്യരുത്. നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം പോലും നമുക്ക് ആവശ്യമുള്ള കറി വയ്ക്കാനുള്ള പച്ചക്കറികൾ കിട്ടാതിരിക്കരുത്. പിന്നെ ടെറസ് ഇതിപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ വെച്ചേക്കുന്നു. ഇതൊന്നും വെച്ച് വെള്ളിയിട്ടുള്ളതേ അല്ല, എല്ലാം പ്രത്യേകിച്ച് എടുത്തെടുത്ത് മാറ്റാന്നുള്ളതിലാണ്. ഇതിൻ്റെ ഇപ്പം തന്നെ ആ ഒരു ചെറിയ സ്റ്റൂലോ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്താണ് ഇതെല്ലാം വെച്ചേക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ വരെ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ച് ക്ലാസ്സിനത് ചെടി വെച്ച് കാണിച്ചു കൊടുത്താണ് അവരൊക്കെ പഠിപ്പിച്ച് വിടുന്നത്. ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണമെന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. വെരി ഈസി. ഇതെല്ലാം ഉണ്ടാക്കി വയ്ക്കുന്ന സാധനം എല്ലാം നമ്മൾ ഒരാൾ വെച്ച് നമുക്കെടുത്ത് മാറ്റാൻ പറ്റും. ഇതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള. ഇതിപ്പം 1 ഇഞ്ച് പൈപ്പാണ് ചെയ്യേണ്ടത്. 1.25 ഇഞ്ച് പൈപ്പാണ് ആവശ്യം. 1.25 1.5 ഇഞ്ച് പൈപ്പായിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അപ്പം ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും. ഈ ഗ്രോ ബാഗ് ഈ പൈപ്പിൻ്റെ പുറത്ത് നിൽക്കത്തക്കതേ ഉള്ളൂ. വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അത് ചില്ലി സോസ്, ടൊമാറ്റോ സോസ് വരുന്ന ബാരലാണത്, കന്നാസ്. ആ കന്നാസിൻ്റെ മുകളിൻ്റെ അടപ്പ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൽ നിന്ന് തന്നെ ഒരു പീസ് കൂടി കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇതിൽ അലുമിനിയം റിബേറ്റ് അടിച്ചേക്കാണ്. അപ്പോൾ നമുക്കിത് ബലമായിട്ട് കിട്ടും. ചെയ്യുന്നത് നമ്മൾ നല്ല ക്വാളിറ്റി സാധനം വെച്ച് ചെയ്യുക. നമ്മളിപ്പോൾ ഈ ജൈവ കൃഷി ചെയ്യുന്നതിൽ നമ്മൾ ഭക്ഷണത്തെക്കാളും ഒരു പ്രധാന ഒരു ഘടകമുണ്ട് അതിൻ്റെ ഓക്സിജൻ ശ്വസിക്കുക എന്നുള്ളത്. അതായത് നമുക്ക് ആവശ്യം ഓക്സിജൻ, നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പോഴും ഓക്സിജൻ കിട്ടുന്നുണ്ട്. അവർക്ക് ആവശ്യം കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് മൊത്തം തറയിൽ നിന്ന് 14 ഇഞ്ച് പൊക്കമുണ്ട്. ഈ പൈപ്പിൻ്റെ മോൾ ഭാഗവും വെച്ച് ഇത് വെച്ചേക്കുന്നത് 14 ഇഞ്ച് പൊക്കമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാനിത് ആദ്യം വെച്ചപ്പോഴേ എന്നെ വെച്ചിട്ട് ഞാൻ നല്ല ഉച്ച സമയത്ത് വന്നിട്ട് നമ്മളെ കൈ വെച്ച് നോക്കും. ഈ കൈ വെച്ച് നോക്കുമ്പോൾ ഈ തറയിൽ നിന്നുള്ള ചൂട് നമ്മളെ ഈ സ്കിന്നിൽ അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയുന്നുണ്ട്. അങ്ങനെ പൊക്കി ഇത്രയും ഭാഗത്ത് വയ്ക്കുമ്പോൾ അത്രയും ആ തറയിൽ നിന്നുള്ള ചൂടുകൾ കിട്ടുന്നില്ല. ആ ഒരു മെത്തേഡിനെ വെച്ചുകൊണ്ടാണ് ഈ 14 ഇഞ്ച് പൊക്കം, 13.5 14 ഇഞ്ച്. 1.25 ഇഞ്ച് പൈപ്പാണെങ്കിൽ 13.5 ഇഞ്ച് പൊക്കം വരുന്നുണ്ട്. 1.5 ഇഞ്ച് പൈപ്പാണെങ്കിൽ 14 ഇഞ്ച് പൊക്കം വരുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ ഇവിടെ വരുന്നവരെ പഠിപ്പിക്കുന്നത്. കത്തിരിയെങ്കിൽ കത്തിരിയോട് ചേർന്ന് എങ്കിൽ മാത്രമേ അതിന് പോളിനേഷൻ നടക്കാൻ വേണ്ടിയുള്ള നല്ല കായ്ഫലം കിട്ടാനുള്ള അതിന് പോളിനേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ചേർന്ന് നയിക്കണം. വെണ്ടയാണെങ്കിലും ഒരു വരി വെണ്ട വെച്ച് ഒരു വരി കത്തിരി അങ്ങനെ വെക്കുകയില്ല. ഇത് അടുത്തടുത്ത് തന്നെ വയ്ക്കണം. കാര്യം ഈ ഇലകളും പൂക്കളും പൂവെന്നാൽ തങ്ങളിൽ തട്ടണം. അപ്പോഴാണ് തേനീച്ച വന്നിരുന്ന് തേൻ കുടിക്കുകയും അവർ പൂമ്പൊടി ശേഖരിക്കുകയും ചെയ്യുന്ന സമയത്ത് പരാഗണം നടക്കാൻ സൗകര്യം. ഇവിടെ ഇപ്പോൾ ഒരുപാട് കത്തിരികളുണ്ട്. പക്ഷേ ഇതിലാ വാടി നിൽക്കുകയാണ്. ഇതിപ്പം ആൾക്കാർക്ക് സംശയമായിരിക്കും ഇതെങ്ങനെ പട്ടുപോയി എന്നുള്ള ഇതിലായിരിക്കും പറയുന്നത്. അതിൽ 3 വിധത്തിൽ ചെയ്യുന്നുണ്ട്. അടിയിലത്തുള്ള ഇതിൻ്റെ തൊലിപ്പുറം കാർന്ന് തിന്നും, കീടം കാർന്ന് തിന്നും, അങ്ങനെ പെടുന്നുണ്ട്. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മീലിമുട്ടയാണ്. മീലിമുട്ട വന്നിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്ന സമയത്ത് അതിൽ ആണ് ആരോഗ്യമില്ലാതെ ചെടി പട്ടുപോണത്. അപ്പോൾ ഇതിൽ എനിക്ക് മറ്റേതൊന്നും കുഴപ്പമില്ല. ഇതിൽ ഇങ്ങനെ വന്നപ്പോൾ നിർത്തിക്കണമെന്ന് വെച്ചാൽ ഇന്ന് ക്ലാസ്സുണ്ട്, അവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷേ എനിക്ക് ഒരു ചെടി എനിക്ക് നഷ്ടമാണ്. എനിക്കെന്നുള്ള ഉൽപ്പന്നം കിട്ടില്ല. കത്തിരിക്കയെല്ലാം വലിയ കത്തിരി അവനാണ് ഞാൻ വാടിക്കഴിഞ്ഞു. തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളിപ്പം പൊടിച്ചിടണം, സീഡോമോണസ് കലക്കി തളിക്കുക, ഇത് നമ്മളെ ഫിഷമിനോ സ്പ്രേ ചെയ്യുക. ഒരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഫിഷമിനോ സ്പ്രേ ചെയ്യാമെങ്കിൽ ഇതൊന്നും ഉണ്ടാവുന്നില്ല. ഏറ്റവും വിലപ്പെട്ട സാധനമാണ്. ഇത് ഇലയിലെ അടിയിലാണ്, നമുക്കറിയാം, ഇങ്ങനെ നിൽക്കുമ്പോൾ അറിയാൻ ഒക്കില്ല. ഇത് നീരിട്ട് കുടിക്കുമ്പോഴാണ് ഇലയിൽ ആരോഗ്യമില്ലാതെ വാടിപ്പോകുന്നത്. വാടിയതിന് ശേഷമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഇത് വാടുന്നതിന് മുമ്പേ നമ്മളതിനെ നിയന്ത്രിക്കണം. അപ്പം ഇതൊക്കെ നിയന്ത്രിച്ച് തൈ നട്ട് വേര് പിടിച്ച് വരുമ്പോഴേ നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് നാൾ കിടന്ന് 10 വർഷം വരെ സൗദി അറേബ്യ കിടന്ന് കഷ്ടപ്പെട്ട ആളാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ബിസിനസ് തുടങ്ങി. ഞാൻ ഓട്ടോ ഇലക്ട്രീഷ്യനാണ്. ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പും തുടങ്ങി, ഒരു സ്റ്റേഷനറി കടയും തുടങ്ങി. ഒരു ദിവസം 6000 6500 രൂപ ലാഭവിഹിതം കിട്ടുന്ന 2 ബിസിനസ്സിനെ മാറ്റിയിട്ടാണ് ഞാൻ ഈ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാരും വരുന്നത് ക്യാൻസർ രോഗികൾ, പിന്നെ ഹാർട്ട് പേഷ്യൻറ്റുകൾ, കിഡ്നി പ്രോബ്ലം ഉള്ളവർ. അപ്പോൾ അവർക്കെല്ലാം അത് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് ജൈവ ആഹാരം കഴിക്കാൻ, ജൈവ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് കീമോ കൊടുക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയവർക്ക് എന്നാലും പറയുന്നത് നിങ്ങൾ വെളിയിൽ നിന്നൊരു സാധനം വാങ്ങിച്ച് കഴിക്കരുത്, പച്ചക്കറികളായിരുന്നാലും ജൈവമായിരിക്കണം. 100% നമുക്ക് ജൈവ ഉൽപ്പന്നം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കാസർഗോഡ് മുതൽ പാറശാല വരെ ഉള്ളവർ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നല്ലപോലെ കൃഷി ചെയ്യാനും പറ്റുന്നുണ്ട്. അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. ഇവിടെ വന്ന് ക്ലാസ് കഴിഞ്ഞ് പോയവരിൽ മിക്കവാറും എന്ന് വെച്ചാൽ എല്ലാവരും വേണമെങ്കിൽ തന്നെ പറയാം, അവർ വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടാവശ്യമുള്ള പച്ചക്കറിയും അവരുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി വരെ അവർ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. അവർ കൂടെ സംശയങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട്. അവർ കൃഷി ചെയ്യുന്നത് വാട്സപ്പിൽ പടങ്ങൾ അയക്കാറുണ്ട്.
ആ വിധത്തിലാണ് ഇപ്പം തുടർന്ന് പോകുന്നത്. എവിടെ നോക്കിയാലും വിഷം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു മുക്തി കിട്ടാൻ വേണ്ടി നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യം. അത് എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ തലമുറ തന്നെ നോക്കിയാൽ എവിടെ നോക്കിക്കഴിഞ്ഞിരുന്നാലും അക്രമവും അതും ഇതുമൊക്കെ നടക്കുകയാണ്. ഈ ലഹരിയും അതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ്, അക്രമങ്ങളും ഒക്കെയാണ് ഇവിടെ നമ്മൾ പലയിടത്തും കാണുന്നത്. അപ്പോൾ ഈ യുവതലമുറയെ കൂടെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റും? ജൈവ രീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്താൽ എങ്ങനെ നമുക്ക് നല്ല ഫലങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും? എങ്ങനെ അവരെ ഇതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും? അതാണ് ഇതിൻ്റെ വേറൊരു ഉദ്ദേശം. അവരവർക്ക് അവരവരുടെ വീടുകളിൽ ഉള്ള സ്ഥലത്ത് നമുക്ക് ജൈവ രീതിയിലുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാം. ഒരുപാട് ആൾക്കാരെ കർഷകരുമായിട്ട് നമുക്ക് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ, അവരുടെ തന്നെ അനുഭവങ്ങൾ ചിലതൊക്കെ നമുക്ക് പ്രയോജനപ്പെടും. അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇനി വിഷരഹിത പച്ചക്കറി കഴിക്കണമെങ്കിൽ അവരവരുടെ ആവശ്യമുള്ള വീട്ടാവശ്യമുള്ള പച്ചക്കറി എങ്കിലും ഉള്ള സ്ഥലത്ത് 2.5 സെൻറ്റ് സ്ഥലമുള്ളവന് ഒരു മട്ടിപ്പാവ് വീടാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയിൽ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ തെളിയിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഈ മാരകമായ അസുഖങ്ങളും രോഗങ്ങളും ക്യാൻസർ പോലുള്ള രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ ശ്രമിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ജൈവക്കൂട്ടുകളും ജൈവ കീടനാശിനികളും ഒക്കെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ പഠിപ്പിക്കുന്നതിനൊപ്പം എല്ലാ സീസണിലും മികച്ച വിളവ് ലഭിക്കുന്ന രീതിയിൽ കൃഷി ക്രമീകരിക്കുവാനും അനന്തപുരി ജൈവ പഠന കളരിയിൽ എത്തുന്നവർക്ക് സാധിക്കുന്നു. നമുക്ക് നഷ്ടമായ ആരോഗ്യ സന്തുലിതാവസ്ഥ തിരികെ പിടിക്കുവാൻ ഇനി ജൈവ കൃഷി മാത്രമാണ് ഏക പോംവഴി. ഇതുപോലുള്ള കാർഷിക പഠന കളരികൾ എല്ലായിടങ്ങളിലും വ്യാപകമാകേണ്ടത് തന്നെ. നാട്ടുവരമ്പിന്റെ ഈ അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.